ആദ്യ മോളെ ആദ്യ ഡോക്ടർ തലയിൽ നല്ല മുറിവേറ്റിട്ടുണ്ട്. പേടിക്കാനൊന്നുമില്ല. ഷീസ് ഓൾ റൈറ്റ്. ഒരു 5 മിനിറ്റ് മാത്രം ഒന്ന് പുറത്തു വരിക. ഒരു 5 മിനിറ്റ് മാത്രം പ്ലീസ്. ഒന്ന് മനസ്സിലാക്കും. മോളെ ആദ്യ ആദ്യ മോളെ ആദ്യ മോളെ കണ്ണു തുറക്ക്. മോളെ മുത്തശ്ശന മോളെ മോളെ എന്തു പറ്റി മോളെ നിനക്ക്? മോളെ ആദ്യ മോളെ എണീക്ക്. ആദ്യ മോളെ. മുത്തശ്ശ. അതെ മോളെ മുത്തശ്ശന എണീറ്റിരിക്ക്. എന്തു പറ്റി മോളെ? എന്താ ഉണ്ടായ? അഭിനയം എവിടെ മോളെ? ഞാൻ ഇവിടെ ഉണ്ട് മുത്തശ്ശ. എന്താ ഉണ്ടായത്? മുത്തശ്ശ പറയും മോളെ. അന്ന് മുത്തശ്ശൻ സെൻഡ് ഓഫ് ചെയ്തില്ലേ? മുത്തശ്ശ. താങ്ക് യു മോളെ. നീ എന്തിനാ അവളെ എങ്ങനെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നേ? നിന്റെ അനിയത്തിയെ കൊണ്ട് സഹായിക്കാൻ പറഞ്ഞൂടെ? സാരമില്ല മുത്തശ്ശ, അവള് ചെറിയ കുട്ടിയല്ലേ, അവക്ക് എന്തറിയാനാ? എന്തിനാ മോളെ എപ്പോഴും ചെറിയ കുട്ടിയാന്ന് പറഞ്ഞ് അവളെ സപ്പോർട്ട് ചെയ്യുന്നത്? അവളെന്താ ചെറിയ കുട്ടികളെ പോലെ LKG UKG പഠിക്കുന്നത്? കോളേജിലല്ലേ പഠിക്കുന്നത്? അവളും നല്ലതും ചീത്തയൊക്കെ മനസ്സിലാക്കണ്ടേ? ഒരു മിനിറ്റ്, ഞാൻ പോയി അവളെ എണീപ്പിച്ചിട്ട് വരാം. ഏയ് ആദ്യം തുണി എടുത്തു കൊടുക്കടി. ജോഗിങ്ങിന് പോകാനുള്ള സമയമായി. ഞാൻ റെഡിയാവാൻ പോവാ. ഹലോ മാം. ഹലോ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ആദ്യ, തനിക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ മാം ആ ഗുഡ് ന്യൂസ്? ആദ്യ, നിനക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. പ്രൊമോഷന്റെ കൂടെ തന്നെ ട്രാൻസ്ഫറും വന്നിട്ടുണ്ട്. ഓ വാവ്, താങ്ക് യു മാം. ട്രാൻസ്ഫർ എങ്ങോട്ടാണ്? നിനക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഗോവ. താങ്ക് യു മാം. എന്നാ തന്നെ ഓഫീസിലേക്ക് വന്ന് ലെറ്റർ വാങ്ങിച്ചിട്ട് പൊക്കോ. ശരി മാം, താങ്ക് യു. ഓക്കെ. മുത്തശ്ശ. എന്താ മോളെ? എനിക്ക് പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫർ ആയി മുത്തശ്ശ. കൺഗ്രാചുലേഷൻ പൊന്നുമോളെ. ട്രാൻസ്ഫർ എവിടേക്കാ? ഗോവയ്ക്ക്. എന്നെ തനിച്ചാക്കിയിട്ട് ഗോവയ്ക്ക് പോവാ? നമ്മളെല്ലാരും ഒരുമിച്ചല്ലേ മുത്തശ്ശ പോകുന്നത്? അവിടെ പോയി നമുക്ക് എൻജോയ് ചെയ്യാം. പ്രോമിസ്? പ്രോമിസ്. മുത്തശ്ശന് സന്തോഷമായി മോളെ. മുത്തശ്ശ, ഞങ്ങൾ എന്നാ ഇറങ്ങട്ടെ? മുത്തശ്ശൻ നാളെ ഇവളുടെ കോളേജിൽ പോയിട്ട് കാര്യം പറഞ്ഞ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോണ്ടെങ്കിൽ വന്നാ മതി. ഓക്കെ അല്ലേ? ഞാനും കൂടെ വരണോ ചേച്ചി? എന്താടി പറയുന്നത്? നീ ഇപ്പൊ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാ? സർട്ടിഫിക്കറ്റ്സിന്റെ കാര്യമൊക്കെ മുത്തശ്ശൻ നോക്കിക്കോളും. വാങ്ങിക്കോട്ടെ. അതല്ല ചേച്ചി. എന്താടി, നിനക്ക് ആ ജയ്യെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? അടി വാങ്ങും നീ എന്റെ കയ്യിൽ നിന്ന്. പറഞ്ഞില്ലെന്ന് വേണ്ട, വാങ്ങിക്കോട്ടെ. മര്യാദക്ക് എന്റെ കൂടെ വന്നോളാം, ഒന്നും മിണ്ടണ്ട. എനിക്ക് പാർട്ടി ഉണ്ട് ചേച്ചി. ഏയ്, പാർട്ടി പബ് എന്നൊക്കെ പറഞ്ഞാ അടി കിട്ടും. വാ, അവരോടൊക്കെ വേണമെങ്കിൽ അങ്ങോട്ട് വരാൻ പറ. വാ പോയിട്ട് വാ മോളെ. മുത്തശ്ശ, ഞങ്ങള് പോയിട്ട് വരാം. ശരി. എത്തി ഉടനെ വിളിക്കണം മോളെ. മുത്തശ്ശ. ഗോഡ് ബ്ലസ് യു മോളെ. ചേച്ചിയെ ബുദ്ധിമുട്ടിക്കരുത്. പോയിട്ട് വാ. ബൈ മുത്തശ്ശ. ബൈ മോളെ. ഫോൺ ചെയ്യാൻ മറക്കല്ലേ? ഓക്കെ മുത്തശ്ശ, ബൈ.
ഗോവയിലെത്തി. അഡ്രസ് ഒന്ന് അയച്ചു തന്നാ അങ്ങോട്ട് പോയായിരുന്നു. അവിടെ മാനേജർ ഉണ്ട്, ഞാൻ പറഞ്ഞയക്കാം. ഇപ്പൊ തന്നെ ഫോൺ ആ ചെയ്യാം. മാം. എവിടാ നീ? ഹലോ, മാനേജർ മൂർത്തി. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ആക്ച്വലി ഞാൻ നിങ്ങൾക്കൊന്ന് ഫോൺ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു മാഡം. മാഡം ഇവിടെ താമസിക്കാനായിട്ട് ഒരു മേഡം വരും എന്ന് പറഞ്ഞില്ലായിരുന്നോ? അവർക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സ് ഇതുവരെ റെഡി ആയിട്ടില്ല. അത് റെഡിയാകുന്നവരെ അവരെ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ കുറച്ച് ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കാൻ പറയുമോ? അതിനുള്ളിൽ തന്നെ ഞാൻ എല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ തന്നെ മാഡത്തിനെ വിളിച്ചോളാം. എടോ, അല്പമെങ്കിലും ബോധമുണ്ടോ തനിക്ക്? പ്രായമായ ഒരു പെങ്കൊച്ച് എങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുക? ഇതൊക്കെ മുന്നേ പറഞ്ഞ കാര്യമല്ലേ, ക്വാർട്ടേഴ്സ് റെഡിയാക്കണമെന്നുള്ളത്. സോറി മാഡം, നിങ്ങൾ പറഞ്ഞ സമയത്തിനുള്ളിൽ എന്നെ കൊണ്ട് റെഡിയാക്കാൻ പറ്റിയില്ല. എന്തിനാടോ ഈ ജോലിയിലൊക്കെ വന്ന് ചേരുന്നേ? മനുഷ്യന്റെ ജീവൻ എടുക്കാൻ വേണ്ടി വന്നോളൂ. ശരി, ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. 2 ദിവസത്തിനുള്ളിൽ ക്വാർട്ടേഴ്സ് റെഡിയാക്കി കൊടുക്കണം. ഷുവർ മാഡം. ഓക്കെ അല്ലേ? ഓക്കെ മാഡം. ഓക്കെ. ആരെല്ലാമാ ഉള്ളത്? അനിയത്തി കൂടെ ഉണ്ട്. അനിയത്തിയും കൂടെ ഉണ്ടോ? ഉണ്ട് മാം. ഓക്കെ, അപ്പോ നമ്മുടെ ക്വാർട്ടേഴ്സില് അല്പം റിപ്പയർ ജോലികൾ നടക്കുക. നിങ്ങള് നമ്മുടെ കമ്പനി ഗസ്റ്റ് ഹൗസ് അല്ലേ, അവിടെ 2 ദിവസം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. മോച്ചൻ വില്ലയാണോ മാം? ഓട്ടോക്കാരോട് ചോദിച്ചാൽ അവർ എളുപ്പത്തിൽ പറഞ്ഞു തരും. ഞാൻ ചോദിച്ചോളാം മാം. എടാ, എങ്ങോട്ടാ പോകേണ്ടത്? മോച്ചൻ വില്ല വരെ പോണം. ശരി, കയറിയോ. ചേട്ടാ, മോചൻ വില്ല എന്ന് പറഞ്ഞ ഉടനെ എല്ലാവരും പേടിച്ചു നോക്കുന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്താ കാര്യം? എനിക്കും അതിനെ കുറിച്ചൊന്നും അറിയത്തില്ല, പക്ഷെ ഞാനും കേട്ടിട്ടുണ്ട് അവിടെ എന്തോ പ്രശ്നങ്ങളുണ്ടെന്ന്. ഈ പ്ലേസ് വല്ലാണ്ട് കാടാണല്ലോ. മിണ്ടാതിരിക്കടി. എങ്ങനെയുള്ള സ്ഥലത്തേക്കാ ഞങ്ങളുടെ മാം അയച്ചെന്ന് നോക്ക്. എനിക്കറിയത്തില്ല മാഡം, മറ്റേ ആൾക്കാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആ വില്ലയിലേക്ക് പോയവരാരും പിന്നെ ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ലെന്നാ പറയുന്നത്. ഞാൻ ഈ വില്ലയെ കുറിച്ചാ സംസാരിച്ചത്. നിങ്ങൾക്ക് ഏത് വില്ലയിലേക്കാ പോകേണ്ടത്? ഇത് ചെറിയൊരു വില്ലയാണ് മാഡം. ഞാൻ മറ്റേ വലിയ വില്ലയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളിത് കേട്ട് പേടിക്കണ്ട കേട്ടോ. സമാധാനമായിട്ടിരിക്കേ മാഡം, ഞാൻ പോയിട്ട് വരാം. ബ്യൂട്ടിഫുൾ അല്ലേ? അതെ, നൈസ് പ്ലേസ് ചേച്ചി. യാ. വാ, അകത്തോട്ട് കയറാം. ഒന്നുമില്ല. ഞാൻ അവിടെ പോയി നോക്കട്ടെ. ഇവിടെ നോക്കാം. ആരടാ നീ? താക്കോല് തരാൻ ഇങ്ങനെ പേടിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഓ, ചേച്ചി, ഇവിടെ എന്താ ഒരുമാതിരി ഉണ്ടല്ലോ? എനിക്കിതൊക്കെ അറിയാമോ? ഞാൻ ഇപ്പോഴല്ലേ വരുന്നേ. ചേച്ചി, ഈ വില്ല ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുണ്ട്.
അബി പാല് അയ്യോ പോ. ഇങ്ങോട്ട് എത്ര സ്പീഡിലാണോ നിങ്ങൾ വന്നത് അതേ സ്പീഡിൽ തന്നെ നിങ്ങൾ തിരിച്ചു പൊക്കോ. ഇല്ലെങ്കിൽ അതേ സ്പീഡിൽ തന്നെ നിങ്ങൾ മേളേക്ക് പോകുന്നതായിരിക്കും. എന്നുവെച്ചാ ബൈലന്തേ പുട്ട് സർവോ ബൈലന്തേ ലീനമ ഗുണ ബ്രഹ്മാണ്ട പുൾ ബയലനി മതിലോ തേനില്ല ബയലന്തേ മുക്തിപട്ട ബയലകലൂമ. ഏയ് ഗോവയിൽ എന്തിനാ സംസ്കൃതം പറയുന്നത്? ഏയ് നിന്നെ വരുന്നവരൊക്കെ പേടിപ്പിക്കുവാണോ? ഹായ് മാം. ഹായ് ആദ്യ, അവിടെയെല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ് മാം, നന്നായിട്ടുണ്ട്. എന്റെ ബ്രദറിനെ കുറിച്ച് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? അവൻ MBA തീർന്ന് ഒരു ബിസിനസ് ട്രിപ്പിന് പോയിരിക്കായിരുന്നു. ഒരു ദിവസം ഓഫീസിൽ വെച്ച് നിന്നെ കണ്ടതും അവന് ഇഷ്ടായെന്ന്. അവന് നിന്നെ കല്യാണം കഴിച്ചാൽ കൊള്ളാന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒന്ന് മീറ്റ് ചെയ്ത് സംസാരിച്ചാൽ നന്നായിരിക്കും. നിനക്ക് ഇഷ്ടപ്പെട്ട മാത്രം കല്യാണം മതി. എനിക്ക് അമ്മയില്ലാത്ത കുറവ് മാമാണ് തീർക്കുന്നത്. താങ്ക് യു സോ മച്ച് മാഡം. ഓക്കെ മാം, നാളെ തന്നെ പോയി കണ്ടോളാം. ഓക്കെ, എന്നാ പോയി കണ്ടോളൂ. ചേച്ചി എന്താ? അബി, ഞാൻ ഓഫീസിലേക്ക് പോവാണേ. ഡോർ ലോക്ക് ചെയ്യേ. ഓക്കെ അല്ലേ? Okay, സൂക്ഷിച്ച്. bye. ബൈ. സാർ ഇവിടെ എന്തോ പ്രശ്നം നടക്കാണ് സാർ. എനിക്ക് അറിയത്തില്ല സാർ. ശരി, ഞാൻ വരാം. എന്തോന്നടേ ഇത് പകുതിയും തീർന്നല്ലോ. എന്റെ മാമൻ തന്ന ആദ്യത്തെ ഡീലറായത്. ഇതിലെന്തെങ്കിലും പ്രശ്നം നടന്നെന്ന് വെച്ചോ കഴുത്തിന് മേളിൽ തല ഉണ്ടാവില്ല. ഈ സ്ഥലം നിന്റെയാണ്, ഫിക്സ് ചെയ്തോ.
ഇന്നലത്തെ മറ്റു സംഭവമല്ലേ? ഓ, ഒന്നും പറയണ്ട. അതെ, നമ്മളോട് കൊണ്ടേ വയ്ക്കാം. പിന്നെ എടുക്കാം. അതൊക്കെ അങ്ങോട്ട് തെള്ളി നീക്കുക. നല്ലോണം കൊണ്ട് അവിടെ സൈഡിൽ വെക്കുക. ആരാടാ ഇവൻ? നമ്മുടെ സ്ഥലത്തേക്ക് വരാൻ മാത്രം ധൈര്യം ഉണ്ട് അവന്. അവന് നമ്മുടെ അണ്ണനെ കുറിച്ച് അറിയില്ലെന്നടാ തോന്നേ. അല്ലെങ്കിൽ പിന്നെ ഇവര് ഒറ്റയ്ക്ക് ഇങ്ങനെ കയറി വരുമോ? നീ പറഞ്ഞത് ശരിയാ. ഇവിടെ എന്താണ് നിങ്ങൾക്ക് കാര്യം? ഈ സ്ഥലം എന്റെയാണാ. ഈ സ്ഥലം എന്റെ തന്നെയാ. മര്യാദക്ക് പൊക്കോ. ഇത് നിന്റെ സ്ഥലമാണെന്നോ? ഇവിടുന്ന് ഒഴിഞ്ഞു വരണമെന്നോ? ചേട്ടാ, നിങ്ങൾ ഇരിക്കുന്നേ, ഇവനാള് ഭ്രാന്തനാണെന്നേ. ഇവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ ഇരിക്കേ. എന്താ നീ ആരോടാ കളിക്കുന്ന അറിയോ? എടാ പറയടാ, നിനക്കോടെ എന്താ കാര്യം? പോയേ പോയേ ഓടാ.
ഞങ്ങൾ ഇവിടെ നിന്ന് ഒഴിയണോ? സാർ സോറി സാർ. എന്റെ മാമൻ പറഞ്ഞിട്ടാണ് സാർ ഇത് ചെയ്തത്. മാമൻ പറഞ്ഞിട്ടാണ് ഈ സ്ഥലത്തേക്ക് ഞങ്ങൾ വന്നത്. സാർ പ്ലീസ് സാർ. സോറി സാർ പ്ലീസ്. ഇനി ഈ ഭാഗത്തേക്ക് എങ്ങാനും നീ വന്നാ ഒരിക്കലും പറ്റത്തില്ല സാർ. ആ വാ ആദ്യ, ഇരിക്കെ. ഹായ് മാം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച് മാം. ശരി, ഞാൻ ഓഫീസിൽ പോയിട്ട് വരാമേ. ബൈ. ബൈ ബൈ. ഒന്ന് നീറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? എത്ര പ്രാവശ്യം വിളിക്കുന്നേ? ഞാൻ കുളിച്ചോണ്ടിരിക്കുവായിരുന്നു. അയ്യോ, അപ്പൊ തുണി ഇട്ടുകൊണ്ടാണ് വന്നേ അതോ അങ്ങനെ തന്നെ നിൽക്കണോ? നിന്റെ പല്ല് ഇടിച്ചു കളയും. അതൊക്കെ ഞാൻ വന്നിട്ട് നോക്കിക്കോളാം. ഐ ആം ഓൺ ദ വേ. ഹലോ ഡാഡാ. ഹലോ. അവൻ ഇപ്പൊ എത്തും. What? No, 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 no. Hey, no, no, ചേച്ചി ഇപ്പൊ വരും. No, please, hey, hey.
ചേച്ചി ഏയ്. ചേട്ടാ ഓ. ശ്ശോ. ഓ. ചേച്ചി. ബേബി. ഷിറ്റ്. ഓക്കെ എടി. ആ ഓക്കെ ഏയ്. ഓക്കേ കൂൾ. ഓക്കെ 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 ഏയ്. അബി. നീ പോ ഇപ്പൊ ഏയ് കൂൾ ചേച്ചി കൂൾ. വരും. ഏയ് നിന്റെ ചേച്ചിക്ക് ഇപ്പോഴാണ് വരാൻ കണ്ട സമയം. ഓക്കെ ബൈ. ബൈ. ഹലോ, ആദ്യം പുറകോട്ട് തിരിഞ്ഞു നോക്കടി. ചേച്ചി അവനായിരുന്നല്ലേ? എവിടെ പോയാലും അവൻ വിടൂലല്ലേ? എവിടുന്നാണ് ഇവനെ കിട്ടിയത് നിനക്ക്? ചേച്ചി അങ്ങനെ പറയാതെ ചേച്ചി, ഈ ജോലി നമുക്ക് വെച്ചേക്കാം. മണ്ണാൻ കട്ട. ആദ്യം നീ ഭാഷ പഠിക്ക്. വിശക്കുന്നു വാ. ഈവനിങ് റെസ്റ്റോറന്റിൽ പോവാം. ഞാൻ പറഞ്ഞില്ലേ? ഓക്കെ ഓക്കെ ലവ് യു ചേച്ചി. ചേച്ചി 1 മിനിറ്റ്, ഞാൻ ശരിയാക്കി തരാം. സൂപ്പർ ആയിട്ടുണ്ട് ചേച്ചി. താങ്ക് യു. വാ. ചേച്ചി ഞാൻ വരുന്നില്ല. ഞാൻ വരുന്നില്ല. വാ ചേച്ചി പ്ലീസ്. എന്താ ചേടി? ഓൾ ദി ബെസ്റ്റ് ചേച്ചി. എന്തിന്? നീ കൂടെ വരുന്നില്ലേ? നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയില് ഞാൻ എന്തിനാ സ്വർഗത്തിലെ കട്ടുറുമ്പാകാൻ? വാടി. ഒന്ന് നിക്ക്. ചേട്ടനെ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്കണേ. ഓൾ ദി ബെസ്റ്റ്. ശരി, ബൈ. ബൈ. അങ്ങോട്ട് പോവാ. ഏട്ടാ നിങ്ങള് കാര്യാകണ്ട. അവനെ വെറുതെ വിടരില്ല. ഇന്നലെ ഒരുത്ത മന്തിലായിരുന്നോ? ഇവിടെ വന്ന് നമ്മളെല്ലാം പേടിപ്പിച്ചില്ലായിരുന്നോ? വേണമെന്നുണ്ടെങ്കിൽ ഒന്നര വേണം. നീ അവനെ പേടിപ്പിക്കാൻ പോയിട്ട് നിന്റെ കൈ വിറയ്ക്കുന്നല്ലോ. സാധനങ്ങളൊക്കെ എടുത്തോളാം. ചേട്ടാ, പുഷ്പ ആരെ കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റത്തില്ല. അത് ശരിയാ. അവന് നമ്മൾ ആരാന്ന് കാണിച്ചു കൊടുക്കാം. ഇന്ന് ആർക്കടാ ഒരു സംഭവിക്കുന്നത് നമുക്ക് നോക്കടാ. നിങ്ങളൊക്കെ മുമ്പിൽ പോടാ. നിങ്ങളുടെ പുറകെ ഞാൻ ഉണ്ടല്ലോ. ഓ
ഇങ്ങനെ ഇട്ടടിക്കുന്നത്? എന്താടാ മസിൽസ് കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കോണ? നീ അടിക്കത്തില്ല, കോമഡി ചെയ്യുന്നതല്ലേ? ഡേയ്, അണ്ണൻ കോമഡി കാണിക്കുന്നതാ. അടിക്കത്തില്ല അടിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിച്ചു കളഞ്ഞത്. ഇയാൾ അടിക്കുന്ന അടി എല്ലാം ഇല്ലാതായിട്ട് നിങ്ങളെ ജീവൻ വേണേ ഓടിപ്പോയി രക്ഷപ്പെട്ടോ. ഇന്നലെ എന്റെ തലയിൽ ബോട്ടിൽ കൊണ്ട് തല്ലിയത് നീയല്ലടാ? ഞാനല്ല എടാ, നിനക്ക് വട്ട് വല്ലതും പിടിച്ചടാ? ഞാനല്ല, ഒന്ന് തന്നാലുണ്ടല്ലോ. ചേട്ടാ അറിയാൻ ചെയ്തു ചേട്ടാ, പ്ലീസ് ചേട്ടാ, വിട്ടേക്കേട്ടാ. എല്ലാത്തിനും കാര്യവുമാരേട്ടാ. ദൈവല്ലേ, ഇവനെ നിങ്ങൾ അടിക്കാൻ പറഞ്ഞു ചേട്ടാ. എനിക്കൊന്നും അറിയില്ല ചേട്ടാ. ഞാനല്ല ചേട്ടാ, വെറുതെ ബിൽഡപ്പിന് വേണ്ടിയാണ് ഈ തുണിയെ കിട്ടണമെന്നാ ചേട്ടാ, അല്ലാതെ വേറൊന്നുമില്ല. എന്നെ വിട്ടേക്കേട്ടാ, എനിക്കൊന്നും വേണ്ട ചേട്ടാ. പോടാ ചേട്ടാ, ക്ഷമിക്കണം ചേട്ടാ, എനിക്കൊന്നും അറിയില്ല ചേട്ടാ. സോറി ചേട്ടാ, ഞാൻ പോകട്ടാ. നീ എന്തിനാ പെരുന്നത്? അണ്ണാ, നിങ്ങളെ കണ്ട WWF കാലിയെ കാണുന്ന പോലെ ഉണ്ട്. ഓരോരുത്തരും എടുത്തിട്ട് അടിക്കും. എന്നാ നിങ്ങളുടെ അടുത്ത് ഒരേ ഒരു കാര്യം പറയണ, ആ മൂക്കനെ അവിടെ ഒളിച്ചിരിക്കുക. അവനെ അടിക്കണ, ശരിയല്ലേ? അവനെ അടിക്കുന്ന പോലെ എന്നെ അടിച്ചില്ല. നിങ്ങളെ കണ്ട ഹീറോ രാജശേഖരന്റെ പോലെ ഉണ്ടണ്ണ. അയ്യോ, ഞാനല്ല ഇത്. ഞാനിവിടെ ഇല്ല. അയ്യോ, ഞാനിവിടെ ഒന്നും ഇല്ല. അത് ഞാനല്ല. ഇങ്ങോട്ട് അടുത്തോട്ട് വരണ്ട, ഞാനല്ല അത്. അയ്യോ ഞാനല്ലത്. നേരത്തെ എത്തിയോ? വന്നിട്ട് എത്ര നേരമായി? എന്തു പറ്റി? കോഫി എടുത്തിട്ട് വരട്ടെ ഞാൻ? ചേച്ചി ഈ സമയത്താണ് വരുന്നത്. ഞാൻ എങ്ങനെ പോകാനാടി? കുറച്ചേരി ഇരുന്നിട്ട് പോകാനേ പ്ലീസ്. പോടി. ശരി, അകത്ത് പോയി വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് വാ. പോടി പെട്ടെന്ന്. ഇപ്പോഴാണ് ഈ വെള്ളമൊക്കെ വേണ്ടത്. ഇവളൊരു ടൈപ്പ്, ഇവളുടെ ചേച്ചി വേറെ ടൈപ്പ്. ഇവളെ ഇങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഞാൻ കാണിച്ചു തരാം. ഞാൻ ആരാന്നിനെ കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. പോരാൻ പറയോ പോവാൻ പറയുന്നത് ഇവിടെ എന്താ ചെയ്യാ? ജയ്,
ജയ് എവിടെ പോയി? ജയ് വേർ ആർ യു? ജയ് 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 എണ്ണീക്ക്. എന്താ ബ്ലഡ് ഒക്കെ? ജയ് ജയ് ചേച്ചി 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 കോഫി. കോഫി ചൂടേറിപ്പോവും, കുടിക്കേ. എന്ത് പറ്റി വല്ലാതിരിക്കുന്നേ? സുഖമില്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ വീട്ടിൽ നടക്കുന്നതാ കുഴപ്പം. കുറച്ച് ലേറ്റ് ആയിപ്പോയി, സോറി. എന്താ ഇത്? രാവിലെ കുറച്ച് കാപ്പി വീണതാ. അതിന് പകരം ഞാൻ വേറെ ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇതായത്. എല്ലാത്തിനും ഒരു ആൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കും ഇപ്പോഴത്തെ പെണ്ണുങ്ങള്. ഭർത്താവിന് പോലും ഒരു ആൾട്ടർനേറ്റീവ്. ഭർത്താവിന് പോലും ഓൾട്ടർനേറ്റീവ്? നിങ്ങൾ എന്താ ഈ പറയുന്നത്? എന്താ പറയുന്നെന്നോ? കോഫി ഡേയിൽ എന്നുള്ള നിന്റെ ചുറ്റിക്കളി ഉണ്ടല്ലോ, ആ രാസലീലയൊക്കെ എനിക്കറിയാം. നോക്ക്, ദയവായി ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. അവൻ എനിക്ക് എന്റെ അനിയനെ പോലെയാ. അനിയനെ പോലെ ആയിരിക്കാം. മുല്ലപ്പൂല് സൂചി കുത്തിയിറക്കുന്ന ലാഘവത്തോടെ ആണുങ്ങളുടെ നെഞ്ചില് കമ്പിപ്പാര കുത്തിയിറക്കുന്നവരാ നിന്നെ പോലെയുള്ള പെണ്ണുങ്ങള്. പക്ഷേ ഞാനൊരാണല്ല, മൃഗാടി. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ വിശ്വസിക്ക. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ വിശ്വസിക്ക. ഹായ്. ഹായ്. ഹലോ. ഹായ്. ഹലോ. ഇരിക്കൂ. താങ്ക് യു. വെയിറ്റർ, ഓർഡർ സർ. 2 coffee please. Okay sir. Ma'am, here it is. Sir, please. എന്നെ ഫസ്റ്റ് ടൈം എവിടെയാ കണ്ടത്? എന്നെ എങ്ങനെ ഇഷ്ടപ്പെട്ടത്? ഓഫീസ് ഇവന്റിൽ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ടാന്നാ പറഞ്ഞത്. ഒരു തവണ കണ്ട ഉടനെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റുമോ? വാട്ടെവർ. I am sorry. 2 years ആയിട്ട് ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യും. താൻ ഈ പ്രായമുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നത്, കൊച്ചുകുട്ടികളുടെ കൂടി കളിക്കുന്നത്, മേക്ക് എ വിഷ് ഫൗണ്ടേഷനിൽ നിങ്ങൾ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ അറിയാതെ തന്നെ ഞാൻ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. ഐ എം സോറി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറഞ്ഞു കേട്ടോ, ഞാൻ പോയേക്കാം. അതല്ല, ഇല്ല, എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. എനിക്കായിട്ട് കൊണ്ടുവന്ന ഗിഫ്റ്റ് തന്നാ ഞാൻ ഇഷ്ടപ്പെടാം.
കഥയോ നീ നിൻ ചിരുപുഞ്ചിരിയിൽ ഞാൻ വീണുപോയി ഞാൻ പെൺകൊടിയേ ഒരു തുള്ളി സ്നേഹം തന്നാൽ നിൻ കൂടെ ഞാൻ പോരാമേ മൗനത്തിൻ മൊഴിയിലോ നിന്നോടിന്നിഷ്ടമായി ചൊല്ലാമോ കണ്ണുകൾ ചൊല്ലുമോ പൂക്കളും ചൊല്ലുമോ എന്നെന്നും കൂടെയായി നീ മാത്രം എൻ ശ്വാസം നീയടി ജീവൻ നീയേ എൻ സ്നേഹം നൽകിടാം പ്രാണൻ നീയേ സ്നേഹം തന്നാൽ നിൻ കൂടെ ഞാൻ പോരാമേ സ്നേഹം തന്നാൽ നിൻ കൂടെ ഞാൻ പോരാമേ ചേച്ചി Yeah. ചേച്ചി ചേച്ചി 1 second. അബി എന്തു പറ്റി? ഇതെന്താ മുറിയിരിക്കുന്നത്? എന്താടി പറ്റിയത്? ഇനി എന്താണ് ചെയ്തിട്ടൊന്നു പറ. മര്യാദക്ക് വീട്ടിൽ പോയല്ലേ പറഞ്ഞത്? ചേച്ചി അത് പിന്നെ അതൊന്ന് പറയാതെ കാര്യം പറ. എന്താ പറ്റിയെന്ന് പറയേ. അയ്യോ എന്താ കാര്യം പറ. അവിടെ രക്തത്തില് അവൻ ചത്തോ അതോ നീ കൊന്നോ? അബി നീ നിക്ക്, ഞാനൊന്ന് വരുണിനോട് പറഞ്ഞിട്ട് വരാം. വരുൺ എനിക്കൊരു അർജന്റ് കാര്യമുണ്ട്, പോവാനുള്ള സമയമായി. ഞാൻ പിന്നെ വിളിച്ചോളാവേ. ഇങ്ങോട്ട് എത്ര തവണ പറഞ്ഞാലും മനസ്സിലാവില്ലേ? കുറച്ച് കൺട്രോളായിട്ട് ഇരിക്കാൻ പറഞ്ഞല്ലേ? നിങ്ങൾ കാരണം അമ്മയെ നഷ്ടപ്പെട്ടു. നിങ്ങളൊക്കെ മനുഷ്യനോ അല്ലെങ്കിൽ മൃഗോ? നിങ്ങളുടെ മുന്നിൽ ആരും നല്ല കൊന്നുകളയോ നിങ്ങള്? ഒരബദ്ധം പറ്റിപ്പോയതാ, അതിനിപ്പോ എന്ത് ചെയ്യണമെന്നാ? അതന്നെയാണ് ഞാനും പറഞ്ഞത്. നിങ്ങൾ കൊന്നത് നിങ്ങളുടെ ഭാര്യയാണ്. എന്നെ പെറ്റി എന്റെ അമ്മയെ കൊല്ലേണ്ട ആവശ്യം എന്താണ്? അമ്മ എന്ത് ചെയ്തിട്ട് അമ്മയെ കൊന്നത്? ഞാൻ അറിയാതെ ചെയ്തതാ, മനഃപൂർവ്വം ചെയ്തതല്ല. നിന്റെ അമ്മയുടെ ചില സ്വഭാവങ്ങൾ മാറ്റാൻ പറഞ്ഞു, അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറഞ്ഞു. അതവൾ അനുസരിച്ചില്ല.
എന്റെ സമനില തെറ്റിച്ചു കളഞ്ഞോളെ. അയ്യോ എന്താ അടി ഇത്? ഇങ്ങോട്ട് വാ ചേച്ചി. ചേച്ചി വാ. ഇവിടെ ഉണ്ടായിരുന്നത് ഞാൻ കണ്ടതാ. ഇങ്ങോട്ട് വാ ചേച്ചി. ഇവള് ചേ എന്താടി? എവിടെ അവൻ? ഇവളുടെ ഓരോ തോന്നലുകൾ. ഇവിടെ ഉണ്ടായിരുന്നു ചേച്ചി. ആ ബ്ലഡ് കുളിച്ച് കിടക്കുമായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു. ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. ചേച്ചി 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 ഇവിടെ ഉണ്ടായിരുന്നു ചേച്ചി. അവൻ അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ കണ്ടതാ. നമുക്ക് പോയി നോക്കാം ചേച്ചി പ്ലീസ്. അമ്മേനെയും കൊന്നു, ആരാന്ന് പോലും അറിയാത്ത ഒരുത്തരെയും കൊന്നു. എന്നെയും കൊന്നു കളയോ അച്ഛാ? പറയൂ അച്ഛാ, നിങ്ങളോട് ചോദിക്കുന്നേ. ഇങ്ങനെ കൊന്നുകൊണ്ടേ പോവാണെങ്കിലേ മനുഷ്യനും മൃഗവും തമ്മിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല അച്ഛാ. നിങ്ങളെക്കാളും തെരുവുപടിയിൽ എത്രയും ഭേദമാണ്. കമ്പെടുത്ത് കാണിച്ച ആവശ്യങ്ങൾ ഓടിക്കളയും. നിന്റെ അകത്തുള്ള മൃഗത്തെ എങ്ങനെയാ തടയുക? ചേച്ചി വേഗം വാ ചേച്ചി. ശരി, നമുക്ക് പോയി ജയെ നോക്കാം. ശരി, നോക്കാം. ഏയ് നോക്ക് നോക്ക് നോക്ക്. വെയിറ്റ്. എന്താ ഇവിടെ ഇല്ല ചേച്ചി? ഓക്കെ. നിങ്ങൾ എന്താ ഒന്നും പറയാത്തെ? മോനെ, എന്റെ സമനില നീ തെറ്റിക്കരുത്. സമനില തെറ്റി എന്ന് പറഞ്ഞ് എല്ലാരെയും കൊല്ലാൻ പോവാണോ? എത്ര പേരെ കൊല്ലുക? ഇങ്ങനെയൊന്നും പറയില്ലടാ, എനിക്ക് ദേഷ്യം വരും. കൺട്രോൾ. ഞാൻ ചോദിക്കുന്നത് കേട്ടില്ല, എന്തോന്നും പറയാത്തെ? വേണ്ട. എന്താ ഒന്നും മിണ്ടാത്ത? ഉത്തരം പറയേ. അച്ഛാ, എന്നിട്ട് മകനില്ല അച്ഛാ. അച്ഛാ,
ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് പ്രാങ്ക്. എൻ്റെ അടുത്താണ് ഈ കളിയൊക്കെ. ഹായ് വ്യൂവേഴ്സ്. നമുക്കിതെന്താ നോക്കാം. എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കണേ. ഓക്കെ. എന്നെ വിശ്വസിക്ക. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ ഒന്ന് വിശ്വസിക്ക. എന്താ
കണ്ണു തുറക്ക് ജയ്. ജയ് ജയ് എണ്ണക്ക് ജയ്. എന്നെ ഒന്ന് നോക്ക് ജയ്. ഒന്ന് നിക്ക്. ആദ്യം ഇവന്റെ അവസ്ഥ എങ്ങനെ നോക്കട്ടെ. ജീവനുണ്ട്. ജയ് ജീവനുണ്ട്. ജയ് എങ്ങനെയല്ലേ രക്ഷിക്കണം ചേച്ചി. പ്ലീസ് ചേച്ചി. ജയ് ജയ് ജയ്. ചേച്ചി ഫോൺ. മിണ്ടല്ലേ. നമുക്ക് കുറച്ചു നേരം ഇവിടെ തന്നെ ഇരിക്കാം ചേച്ചി. ശരി വാ. എന്തത്? എന്താ ഇത്? ഇതൊക്കെ ഏതോ ഹോസ്പിറ്റൽ റിപ്പോർട്ട്സ് ആണെന്ന് തോന്നുന്നു. എന്താ ഇത്?
ഹലോ സർ, ഹൗ ആർ യു? ഇരിക്കൂ. നിങ്ങളുടെ ഭാര്യയുടെ ആളെ കാണുന്നില്ലല്ലോ. എനിത്തിങ് സീരിയസ്? ആക്ച്വലി കാര്യം എന്താന്ന് വെച്ചാൽ മേജർ സർ, നിങ്ങൾ ഈയിടെയായിട്ട് മര്യാദയ്ക്ക് ട്രീറ്റ്മെന്റ് ഒന്നും വരുന്നില്ലല്ലോ. നിങ്ങളുടെ ഇതൊരു റെയർ കേസായത് കാരണം ഞാൻ തന്നെ വീട് അന്വേഷിച്ച് വന്നതാണ്. ഓഹോ. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ചുള്ളതാ. ഒരു ചെറിയ വീഡിയോ എടുത്ത് അത് നിങ്ങൾക്ക് തരാം. ഈ വീഡിയോ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഷീസ് പ്രിയ, ജൂനിയർ ഡോക്ടർ. ഹലോ സർ. നീ വീഡിയോ എടുക്ക. ഓക്കെ മാഡം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. പണ്ട് നടന്ന ഒരു വാറില് നിങ്ങളുടെ തലയിൽ ഒരു ബുള്ളറ്റ് കൊണ്ടിരുന്നു. ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്തും ആ ബുള്ളറ്റ് പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. റിയലി സോറി ഫോർ ദാറ്റ്. സോ ഞാൻ ചത്തുപോകുന്നാണോ? നോ നോ നോ, ജസ്റ്റ് നിങ്ങളുടെ BP ഫ്ലക്ച്വേറ്റ് ആകുന്ന സമയത്ത് മാത്രമാണ്. പ്രസന്റിൽ നിങ്ങൾ ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ നിന്ന് പാസ്റ്റ് സിറ്റുവേഷനിലേക്ക് പോയി നിങ്ങളുടെ മുമ്പിൽ ആരുണ്ടെങ്കിലും അവരെ നിങ്ങളുടെ ശത്രുവായി കണ്ട് നിങ്ങൾ അവരെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോ ഇതിനുള്ള സൊല്യൂഷൻ? നിങ്ങളുടെ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിലാണ് ഉള്ളത്. എന്ത് തന്നെ സിറ്റുവേഷൻ ഉണ്ടായാലും നിങ്ങൾ കാം ആൻഡ് കൂളായിരിക്കണം. യോഗയോ മെഡിറ്റേഷനോ മറ്റോ ചെയ്താലാണ് സ്ലോ ആണെങ്കിലും നല്ല റിസൾട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ സർ, ഇത് നിങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ട്സ്. പ്രിയ. ആ മാഡം. ഇറ്റ്സ് യുവർ ക്യാമറ. ഓക്കെ സർ, ടേക്ക് കെയർ. ചേച്ചി വേഗം എടുത്തു വെക്ക. നമുക്ക് പോവാം. എടുത്തു വെക്ക, അതെടുക്ക. ശരി വാ ചേച്ചി. സോറി കേട്ടോ. നീ ഇവിടെ ഉള്ള കാര്യം അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ വരില്ലായിരുന്നു. ദയവ് ഇത് പോലീസ് ഏൽപ്പിക്കരുത്. നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഇത്രയും സംസാരിച്ചൊരു ശബ്ദം പോലും എന്നെ പെടുത്താനുള്ള പ്ലാനും വല്ലതുമാണോ? ഞാൻ നിങ്ങളെ കാല് പിടിച്ച് അപേക്ഷിക്കാം. എന്നെ പോലീസിൽ മാത്രം ഏൽപ്പിക്കരുത്. എന്നെ വിട്ടേക്ക്. തൊട്ടടുത്ത വീട്ടിൽ ചെന്ന് എനിക്ക് ആവശ്യമുള്ളത് ഞാൻ അവിടെ നിന്ന് എടുത്തോളാം. അതിൽ വേണമെങ്കിൽ നമുക്ക് 50-50 ആക്കാം. പ്ലീസ് എന്നെ വിട്ടേക്ക്. ഹലോ എക്സ്ക്യൂസ്. ഹലോ. ഇല്ല, എനിക്കൊന്നും അറിയില്ല. എനിക്ക് ഇതൊന്നും തമ്മിൽ യാതൊരു ബന്ധമില്ല. അയ്യോ, ഞാനിങ്ങോട്ട് വരികയല്ല. ഞാൻ തെരുവ് പോയി പിച്ചെടുത്തേലും ജീവിച്ചോളാം. ഞാനിങ്ങോട്ട് വരികയല്ല. എനിക്ക് ഇത് തമ്മിൽ യാതൊരു ബന്ധമില്ല. എന്താണത്? നോക്ക്. അയ്യോ, നിങ്ങൾ പെൺകുട്ടിയില്ലായിരുന്നോ? ഞാനറിയാതെ കാറ്റ് പോലും പുറത്തു പോവില്ല. അങ്ങനെയുള്ളപ്പോ നിങ്ങൾ എങ്ങനെ പോവാനാ? നിങ്ങളായിട്ട് മുന്നോട്ട് വന്ന ഒറ്റയടി, അല്ലെങ്കിൽ വേട്ടയാടി വേട്ടയാടി വേട്ടപ്പട്ടിയെ പോലെ കൊല്ലും. മര്യാദയ്ക്ക് വാ. വരാൻ. ഹലോ ലേഡീസ്, പുറത്താരോ എന്നെ പാട്ട് പാടാൻ വിളിക്കണ്ടേ? ഞാൻ പോയി പാട്ട് ഇപ്പൊ വരെ. അതെ, ഞാൻ അങ്ങനത്തെ ആളൊന്നുമല്ല കേട്ടോ. മിണ്ടാതെ അവിടെ ഇരിക്കും. പൊട്ടങ്ങുണപ്പാ, അത് പാട്ടല്ലടാ, വേട്ടയാ. അങ്ങോട്ട് പോയ ഉടനെ എനിക്കാകെ ഒന്നേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. എനിക്ക് ഒറ്റൊരു ചെയ്തേ ഉള്ളൂ എന്നാ. അങ്ങോട്ട് പോയാ തന്നെ കൊല്ലൂടോ.
അല്ല താനെന്താ എന്താ ഗെറ്റപ്പിലൊക്കെ വന്നിരിക്കുന്നേ? എന്റെ മോന്തെ കുറിച്ച് വലുതും പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ദ മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ ആണ്. നിനക്കെന്നെ കുറിച്ച് അറിയില്ല. എന്റെ തലച്ചോറിന് ഭ്രാന്ത് പിടിച്ചുണ്ടല്ലോ, ഒരാളെയും വെറുതെ വിടില്ല ഞാൻ. എന്താടാ കള്ള നീ ഹീറോയെ പോലെ ബിൽഡപ്പ് കൊടുക്കുന്നത്? ചേച്ചി ഈ പന്നിയുടെ കാര്യം വിട്ടേക്ക്. ചീനി നമ്മൾ എങ്ങനെ രക്ഷിക്കാനാ പറ. എടാ നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിലും താടാ. അതെ, നിനക്ക് എന്താ വേണ്ടത്? എന്റെ ബോഡിയിലെ കിഡ്നി, ലിവർ അങ്ങനെ എന്തെങ്കിലും വേണോ? ഏയ് ഛീ, വാ അടക്കടാ. ഓ അത് ശരി, ഇതൊന്നും വേണ്ടല്ലേ. എന്നാ ഓക്കെ. ഇതല്ല, എന്തെങ്കിലും കോയിൻ ഉണ്ടെങ്കിൽ താ. ഓ ചില്ലറ വേണോ അല്ലേ? എന്നാ അത് ചോദിച്ചാ പോരെ. ഞാനൊരു ചില്ലറയാന്ന് വിചാരിക്കുമ്പോ എന്നെക്കാളും ചില്ലറകൾ ഈ ലോകത്ത് ഒരുപാട് പേരുണ്ട്. എന്നാ പിടിച്ചോ ചീപ്പ് പീപ്പിൾസ്. ഇവളിതൊന്നും വെച്ചോണ്ട് എന്താ ആലോചിക്കുന്നത്? ഇതുകൊണ്ട് ഇവൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇവിടെ ക്രിക്കറ്റ് മാച്ച് പോലും നടക്കുന്നില്ല, പിന്നെന്തായിരിക്കും? എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. വെൽക്കം ടു മൈ വേൾഡ്. ഇവിടുത്തെ ഗ്രൗണ്ട് എന്റെയാണ്, ബാറ്റും എന്റെയാണ്. എല്ലാം സിക്സറാ. അടിക്കുന്ന ഒരടിയും ബൗണ്ടറീസാ. കള്ളന്ന് വെച്ചാൽ വൃത്തിയാണെന്ന് വിചാരിച്ചോ? കൊള്ളൊക്കെ അടിച്ചു മാറ്റാൻ പോകുന്നത് കാണാൻ പോകുന്നേ ഉള്ളൂ. അതിനെ കുറിച്ച് നിങ്ങൾ അറിയില്ല. എല്ലാരും ഗ്രൗണ്ടിൽ ബാറ്റ് പിടിച്ചാലും നിൽക്കാറ്, പക്ഷെ ഇവനാണെങ്കിലും കോടാലി വെച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊരു ബിൽഡപ്പ് ആയിരുന്നു. ഇപ്പൊ എന്ത് പറ്റി? തെറ്റത് എന്നോട് ക്ഷമിച്ചേക്കും. എടുക്ക്. എന്റെ അടുത്ത് ഒന്നുമില്ല. എന്റെ അടുത്ത് ഒന്നുമില്ല. മര്യാദക്ക് എടുക്ക്. അതൊന്നുമില്ല. ചേച്ചി നിങ്ങൾ എന്തായി കാണിക്കുന്നേ? അമ്മ ഒരു കള്ളന്റെ കയ്യിൽ നിന്ന് മോഷ്ടിക്കാൻ നോക്കുകയാണോ? നിങ്ങളൊക്കെ ശരിക്കും പെൺകുട്ടികൾ തന്നെയാണോ? അർദ്ധരാത്രി പെൺകുട്ടികൾ റോട്ട് കൂടെ നടന്ന അതിന് സ്വാതന്ത്ര്യം ഇല്ലെന്നാണ് അർത്ഥം. ശരിക്കും പറഞ്ഞ ഒരു ആണിന് പോലും ഇവിടെ സ്വാതന്ത്ര്യം ഇല്ലെന്നേ. അയ്യോ അയ്യോ. ഹലോ ഹലോ മാഡം, ഇസ് ദിസ് പോലീസ് സ്റ്റേഷൻ? ഞാൻ മോച്ചൻവില്ലിൽ നിന്നാണ് വിളിക്കുന്നത്. ആ പറയൂ. ഹലോ മാഡം, ഇവിടെ ഒരു സൈക്കോ ഉണ്ട്. നിങ്ങൾ പറയുന്നേ. എല്ലാവരെയും കൊന്നുകൊണ്ടിരിക്കുക. പ്ലീസ് ഞങ്ങളെ ഒന്ന് രക്ഷിക്കോ. എവിടെയാണ്? പ്ലോട്ട് നമ്പർ 79, മോച്ചൻ വില്ല, നിയർ ബാഗ ബീച്ച്. പ്ലീസ് മാഡം പെട്ടെന്ന് വരണേ. ഇവിടെ ഞങ്ങൾ പേടിച്ചിരിക്കുകയാണ് മാഡം. പിന്നെ ഓക്കെ എന്നാ അവിടെയല്ലേ, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഹെൽപ്പ് us മാം, പെട്ടെന്ന് വരണേ പ്ലീസ്. ഓക്കെ, ബി കൂൾ കൂളായിരിക്കെ. ഞാൻ ഇപ്പൊ വരാം. കോൺസ്റ്റബിൾ, ലെറ്റ്സ് ഗോ. ഓക്കെ മാഡം. യെസ്, എന്ത് വേണം? സർ, ആക്ച്വലി അടുത്ത വീട്ടിൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ആരെയും കാണുന്നില്ല. സോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ നോക്കാൻ വന്നതാണ് സർ. ഓ, ഈ ഏരിയയിൽ ആദ്യമായിട്ടാ സർ. ഇവിടെ ഉണ്ടോന്നുള്ളത് നോക്കാൻ വന്നതാ. പ്ലീസ് ഡോണ്ട് മൈൻഡ്. ചിലപ്പോ അടുത്ത് എവിടെയെങ്കിലും പോയതായിരിക്കും. വരുന്നവരെ വേണമെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്തോ. എന്താ ചെയ്യാ? സാരമില്ല, വാ.
ഇപ്പഴാ ഒന്ന് സമാധാനായത്. അതേടി, സത്യം പറഞ്ഞ നല്ല ഫ്രീ ആയിട്ട് ഫീൽ ചെയ്യുക. അയാള് നല്ല ആളാന്ന് തോന്നുന്നു. നിങ്ങൾ ആർമി ഓഫീസറാണോ സർ? അതെ. നൈസ് ടു മീറ്റ് യു സർ. നൈസ് ടു മീറ്റ് യു സർ. നൈസ് ടു മീറ്റ് യു സർ. ഇരിക്കൂ. താങ്ക് യു സർ. താങ്ക് യു സർ. ഹലോ, എക്സ്ക്യൂസ് മീ. ഹലോ, ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഹലോ സർ. ഹലോ. എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും വന്നിരുന്നോ സർ? ഇവിടേക്ക്. അതെ സർ. ആരും വന്നില്ലല്ലോ. ഇല്ല സർ, എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിരുന്നത്. ആണോ? അതെ സർ. എവിടെ? ഇവിടെയൊന്നും ഇല്ലല്ലോ. ഇല്ല സർ, എന്നോട് പറഞ്ഞതാണ്, വരാന്ന് പറഞ്ഞതാ. എന്നാ പിന്നെ നോക്കിക്കോ. പത്മ, ശില്പ, അനുഷ, ഇതെന്താ ആരും കാണാത്തത്? വരാന്ന് പറഞ്ഞിരുന്നാ സാറേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. വന്നിട്ടുണ്ടോന്ന് കരുതിയത്. അവര് ചെരുപ്പെല്ലാം പുറത്തിരിക്കുന്നുണ്ടല്ലോ. അതെയോ? അതെ സർ. എവിടെയുണ്ട്? ദാ അവിടെയുണ്ട്. വാ, ഞാൻ കാണിച്ചു തരാം. വരൂ സർ. ഇവിടെ നോക്ക് സർ. യെസ്. മാർച്ചൻ വില്ല നമ്പർ 79. അതെ. എനിക്കിവിടെ നിന്ന് ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. എന്തിനാ? ഒരു പെൺകുട്ടി കോൾ ചെയ്തിരുന്നു, നിങ്ങള് ടോർച്ചർ ചെയ്യുന്നു എന്ന് പറഞ്ഞ്. എന്റെ വീട്ടില് സ്ത്രീകളില്ല, പിന്നെങ്ങനെ ഫോൺ വരും? ഈ വീട്ടിൽ നിന്ന് തന്നെയാ കോൾ വന്നത് സർ. വാറണ്ട് ഉണ്ടോ? വാറണ്ടോ? അതൊക്കെ ഉണ്ട് സാറേ. കോൺസ്റ്റബിൾസ്, മാഡം. നിങ്ങൾ അവിടെ നോക്ക്, നിങ്ങൾ ഇവിടെയും നോക്ക്. ഓക്കെ മാഡം. ഈ വീട്ടില്
എത്ര പേര് താമസിക്കുന്നുണ്ട് സർ? എന്റെ ഭാര്യയും മകനും. വൈഫിന്റെ പേര്? പ്രിയ. സോ സ്വീറ്റ് നെയിം. നിങ്ങളുടെ വൈഫിനെ ഒന്ന് വിളിക്കാമോ നിങ്ങൾക്ക്? പ്രിയ മാഡം, പ്രിയ മാഡം. നിങ്ങളുടെ വൈഫിനെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ വൈഫ് എന്നെ കോൾ ചെയ്തിരുന്നു. എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്നെ കോൾ ചെയ്തത് അവര് തന്നെയായിരുന്നു. നിങ്ങൾ അവരെ വല്ലാതെ ഹരാസ് ചെയ്യുന്നെന്ന് പറഞ്ഞു. കൊല്ലും മാം. മാഡം അയാളെ കൊല്ലണം മാം. അവനെ കൊല്ലും മാഡം. മാഡം കൊല്ലും മാം അയാളെ. പ്ലീസ് മാഡം, അവനെ കൊല്ലും. കൊല്ലും മാം. അയാൾ മനുഷ്യനെ അല്ല. പ്ലീസ് മാഡം, അവനെ കൊല്ലും മാഡം. അഭിവാ രക്ഷപ്പെടാം. ഏയ് നിക്കവിടെ, നിക്കടാ. എന്താ പേടിപ്പിക്കാൻ നോക്കണോ?
നരനോ യമനായി മാറുന്നിവിടെ. നരനോ യമനായി വേട്ടയാടുന്നേ. വട 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 തുടങ്ങി എൻ കഥ. വട 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 മുടിവായിന്ന് നിൻ കഥ. മൃത്യു നിന്നിൽ നിന്നകന്നാലും ഈ മൃത്യു നിന്നെ വിടില്ലടാ. ഇരുളിൻ മറവിൽ എന്നും നിന്നെ തേറ്റയുമായി പുലി വേട്ടയായി കലിപൂണ്ടു നിനക്കായി തേടി നടപ്പായ അസുരൻ ഇവിടിതാ. വേട്ടയാ വേട്ടയാ ഇത് അന്തമില്ലാത്ത വേട്ടയാ. വേട്ടയാ വേട്ടയാ ഇത് അന്ത്യമില്ലാത്ത വേട്ടയാ. മനുഷ്യൻ മൃഗമായി മാറുന്നിവിടെ. നരനോ യമനായി മാറുന്നിവിടെ. സുര 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 അസുര സുര സുര ഹര 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 അതിഭയങ്കര. ഓക്കെ സർ. ഹലോ, ഹലോ മാഡം, റിച്ച് റെസ്റ്റോറന്റ് ആരാ അത്? അവിടെ ഓണർ ഉണ്ടോ? പറയൂ. വരുൺ സാറിന് ഒന്ന് ഫോൺ കൊടുക്കോ? ആ പേരിലുള്ള ആരും ഇവിടെ ഇല്ലല്ലോ. പ്ലീസ്, വളരെ അർജന്റ് ആയതുകൊണ്ടാണ്, ഒന്ന് ഫോൺ കൊടുക്കോ? വയ്ക്ക്. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ടുഡേസ് കളക്ഷൻ. ഇതാണ് സർ. ആക്ച്വലി ഒരു സ്ത്രീ കോൾ ചെയ്തിരുന്നു സർ. ഓണറായ വരുണിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു സർ. ആരാണ് ചോദിക്കാൻ പാടില്ലായിരുന്നോ? ആ പെണ്ണിന്റെ നമ്പർ മേടിച്ചിട്ടുണ്ടോ? ഇല്ല സർ, ആ പെൺകുട്ടി എന്തോ പ്രശ്നത്തിലാണെന്നാണ് പറഞ്ഞത് എന്നോട്. ഓക്കെ ഓക്കെ ഓക്കെ. ഈ റെസ്റ്റോറന്റ് വരുണിന്റെ തന്നെയാ, ഞാൻ അവന് കോൾ ചെയ്യാം. വരുണിനെ തന്നെ ചോദിച്ചത് സർ. ഫോൺ ബിസി ആണല്ലോ. ഓക്കെ സർ. ഞാൻ നേരിട്ട് പോയി ചോദിച്ചിട്ട് വരാം. ഓക്കെ. സൈലന്റ് ആയിട്ട് വാ. വാ. അയ്യോ, ഇങ്ങോട്ട് വാ.
sura, 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 sura. Sura, 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 sura. കണ്ടാൽ വണ്ടർ. I wanna memes. I wanna trolls. I wanna memes. I wanna trolls. What's going on, man? The freestyle official, dude. What's going on, man? The freestyle official, dude. Watch him make it, break it down. The music will just ooze. One day ആയി ഞാൻ ട്രെൻഡിങ് ആയി ഞാൻ സെലിബ്രിറ്റി ആയി ഞാൻ നെക്സ്റ്റ് ഡേ നാൾ തൊട്ട് ഇൻസ്റ്റയിൽ തന്നെ
trolls. ബുള്ളറ്റ് വണ്ടി പൾസർ പൾസർ നിന്നെ കാണാൻ സൂപ്പർ സൂപ്പർ ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ സ്പ്ലെൻഡർ നാട്ടം കണ്ടാൽ വണ്ടർ. I wanna memes. I wanna trolls. I wanna memes. I wanna trolls. പേടിക്കണ്ട അബി. പ്ലീസ് ചേച്ചി, ചേച്ചി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. നമുക്ക് നോക്കാം നോക്കാം. ചേച്ചി സമാധാനായിട്ടിരിക്കും. പിന്നീട് എന്താ ഉണ്ടായേ? പിന്നെന്താ നടന്നെന്ന് ഓർമ്മയില്ല മുത്തശ്ശ. അയ്യോ മോൾ എന്തായി പറയുന്നേ? ഇങ്ങോട്ട് എങ്ങനെ എത്തിയെന്ന് പോലും അറിയില്ല മുത്തശ്ശ. ഇപ്പൊ എങ്ങനെയുണ്ട്? നിങ്ങള് ഇവിടെ അന്ന് നിങ്ങൾ വിളിക്കാതിരുന്നെങ്കിൽ എനിക്ക് വലിയൊരു ആപത്ത് തന്നെ നടന്നേ. അന്ന് എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞായിരുന്നു, എന്നെ ചോദിച്ച് റെസ്റ്റോറൻറ്റിലേക്ക് ആരോ ഫോൺ ചെയ്തായിരുന്നെന്ന്. ആലോചിച്ച് നോക്കിയപ്പോൾ ഓർമ്മയൊന്നും വന്നില്ല. പക്ഷെ പെട്ടെന്ന് ഓർമ്മ വന്നത്, ഇന്ന് ഞാൻ ആദ്യമായിട്ട് നമ്പർ കൊടുത്തായിരുന്നല്ലോ റെസ്റ്റോറൻറ്റിൽ വെച്ച്. ചിലപ്പോൾ അവളായിരിക്കും വിളിച്ചത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കോ, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ? എന്തായിരിക്കും കാരണം ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ ചെയ്യപ്പോ? ചേച്ചിയെ വിളിക്കാം. ചേച്ചിയെ വിളിച്ചപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. നിങ്ങൾ മോങ്ഷൻ വില്ലയിലായിരിക്കുന്നതെന്ന്. ഞാനവിടെ വന്നിരുന്നു. മുഴുവൻ എല്ലാ സ്ഥലവും നോക്കിയായിരുന്നു, ആരെയും കണ്ടില്ല. എല്ലാ സ്ഥലത്തും ഞാൻ നോക്കി. നല്ല പേടിയോടെ ഞാൻ അകത്തോട്ട് പോയത്. എൻ്റെ ഉള്ളിൽ ഭയവും ടെൻഷനും ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ആരുമില്ലായിരുന്നു. എല്ലായിടത്തും ഞാൻ നോക്കി, എങ്ങും ആരുമില്ലായിരുന്നു. ശരിയെങ്കിൽ ഞാനിവിടുന്ന് പോകാമെന്ന് വിചാരിച്ചപ്പോൾ അപ്പോൾ അടുത്തുള്ളൊരു വില്ല ഞാൻ കണ്ടിരുന്നു. അതിലാരെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ ഡൗട്ട് അടിച്ച് അവിടെ വന്നു. അവിടെ നോക്കിയപ്പോൾ അവിടെയും ആരുമില്ലായിരുന്നു. അകത്ത് കയറി പോയി. മൊത്തം ഇരുട്ടായിരുന്നു. എനിക്ക് മൊത്തത്തിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നിട്ടും അതൊന്നും കൂസാതെ ഞാൻ എല്ലാ സ്ഥലത്തും നോക്കിയെങ്കിലും അവിടെ എങ്ങും ആരെയും ഞാൻ കണ്ടില്ല. ആദ്യ, നീ എവിടെയാ ഉള്ളത്? എന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് പേടിച്ചു പോയി. നിനക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. എനിക്ക് നല്ല ടെൻഷനുണ്ട്. 2 വർഷമായിട്ട് ഞാൻ നിന്റെ പുറകെയുണ്ട് ആദ്യ. ഇപ്പം എനിക്ക് നിന്നെ കാണാൻ പറ്റതിൽ നല്ല ടെൻഷനുണ്ട്. നീ ഇനി എന്തെങ്കിലും പ്രശ്നത്തിലൊക്കെ പെട്ട് പ്രശ്നമായെന്ന് എനിക്ക് നല്ല ടെൻഷനുണ്ട്. എവിടെ ആദ്യ നീ ഉള്ളത്? ഇങ്ങനെ തേടിക്കൂടെ തന്നെ ഞാൻ വെളിയിലേക്ക് വന്നു. അവിടെ ഒരു മരം ഉണ്ടായിരുന്നു. അവിടെ ഞാനൊരു കാഴ്ച കണ്ടു. എൻ്റെ കണ്ണുകൊണ്ട് എനിക്കത് വിശ്വസിക്കാനായില്ല. അങ്ങനെ നിങ്ങളെല്ലാവരെയും എടുത്തുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നു. പക്ഷെ അതിൽ പകുതി പേരും മരിച്ചിരുന്നു. എൻ്റെ ഭാഗ്യം
നിങ്ങൾക്ക് ജീവനുണ്ടായിരുന്നു. നിങ്ങളെ മാത്രമേ എനിക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ. ഇതാ സംഭവിച്ചത്. താങ്ക് യു സോ മച്ച് വരുൺ. നമ്മുടെ ഇടയിൽ എന്തിനാ താങ്ക്സ് ഒക്കെ? ഇതാരാ മോളെ? മുത്തശ്ശ, ഞാൻ പിന്നീട് എല്ലാ വിവരങ്ങളും വിശദമായിട്ട് പറയാം. ഡിസ്ചാർജ് ചെയ്ത് നമുക്ക് വീട്ടിൽ പോവാം മോളെ. സമയത്തിന് ശരി, അത് അയ്യോ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഞാൻ കാരണം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. എന്നോട് ക്ഷമിക്കണം. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്നെ വിശ്വസിക്കണം. വരൂ ഡോക്ടർ. അങ്ങനെ കണ്ട് പേടിക്കൊന്നും വേണ്ട. സർ, എങ്ങനെ സാർ ഇത്? ഡോണ്ട് വറി. ബ്രെയിനിൽ ബ്ലഡ് ഉള്ളത് കൊണ്ടാണ് പ്രോബ്ലം ആയത്. ഇപ്പോൾ ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്. നോ, ഈസ് ഓൾ റൈറ്റ്. സർ, സത്യമായിട്ട് ഒരു മാറിയോ സർ? സത്യാണോ ഡോക്ടർ? അതെ, ശരിക്കും അദ്ദേഹം മാറി. നിങ്ങളുടെ ടെൻഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സാറിന്റെ പ്രോബ്ലം സിവിയർ ആണ്. ബട്ട് ഹി ഈസ് ക്യൂർ നൗ. ഇപ്പം എല്ലാം നോർമലായി. ഓ മൈ ഗോഡ്. ഇനി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഡോക്ടറെ പറയുന്നത് സത്യാണോ? സത്യമാണ് പറയുന്നത്. ഹി ഈസ് 100% ഓൾ റൈറ്റ്. ഞാൻ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ തന്നെ എൻ്റെ നെഞ്ചെല്ലാം നിന്നുപോയി സർ. കർത്താവ്, എന്നെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യമായിട്ട് അയാൾ മാറിയോ?